മാസത്തെ സാലറി ഒക്കെ എവിടെ പോയി? ഒന്നും കാണാനില്ലല്ലോ. സാലറി കൂടിയിട്ട് തന്നെയാണോ ഉള്ളത്? ഓ, എക്സ്പെൻഡിച്ചർ കൂടി. ഇൻകം കൂടുമ്പോൾ എക്സ്പെൻഡിച്ചറും കൂടുമല്ലോ. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ കൂടുമ്പോൾ അടുത്ത വേരിയബിളും ഒപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചറും കൂടി. അപ്പോൾ അവർ പോസിറ്റീവ് റിലേഷൻഷിപ്പിലാണ്. വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻകം കുറയുമ്പോഴും എൻ്റെ എന്തും കുറയും, എക്സ്പെൻഡിച്ചറും കുറയും. സോ ഒരു വേരിയബിള് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കോറിലേഷൻ. എൻ്റെ കാറ് കുറേ പഴയതായിപ്പോയി. 2013 മോഡലാണ്. അന്ന് 7 ലക്ഷത്തിന് എടുത്തത്. ഒരു കാര്യം ചെയ്യാം, അത് വിൽക്കാം. പക്ഷെ അന്ന് 7 ലക്ഷത്തിന് എടുത്തത് 2025 ആയില്ലേ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? നമ്മുടെ കാറ് ഒരുപാട് പഴയതാവുന്ന സമയത്ത് അത് റീസെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കിട്ടണമെന്നില്ല. ഇപ്പം ഞാൻ 7 ലക്ഷം മുടക്കിയാണ് കാറ് വാങ്ങിച്ചതെങ്കിൽ അതൊരു 10-12 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് 7 ലക്ഷം തന്നെ എനിക്ക് കിട്ടില്ല, പൈസ കുറയുക തന്നെ ചെയ്യും. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾസ് തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിലാണ്. കാരണം ഒന്ന് ഉയരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റും പറയാം, ഒന്ന് കുറയുമ്പോൾ അടുത്തത് കൂടുന്നു. ഈ ഒരു കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആയിട്ടാണ്. നമ്മുടെ ഷൂ സൈസും നമ്മുടെ മാർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റിച്ച് ആവുന്ന സമയത്തേക്ക് നമ്മുടെ വെയിറ്റ് കൂടണമെന്നുണ്ടോ? എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത വേരിയബിൾസ്, അതായത് ഒരു വേരിയബിൾ കൂടുന്നതും കുറയുന്നതും മറ്റൊരു വേരിയബിളിനെ യാതൊരു വിധത്തിൽ അഫക്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു റിലേഷനെയാണ് നോ കോറിലേഷൻ എന്നുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ നോ കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പെട്രോളിന്റെ പ്രൈസ് കൂടുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കാർ പർച്ചേസ് ചെയ്യാതിരിക്കില്ല. കാർ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ കാർ എന്തായാലും എടുത്തിരിക്കും. ഇങ്ങനെ രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നോ കോറിലേഷൻ വെച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ പറയാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.